ഇത് ഡെൻമാർക്കിന്റെ തലസ്ഥാനമായ കോപ്പൻഹേഗൻ. അവിടുത്തെ കനാലുകളിലൂടെ ഞങ്ങൾ ഒരു ബോട്ടിൽ സഞ്ചാരം തുടരുകയാണ്. 100ഓളം ആളുകൾ ബോട്ടിലുണ്ട്. കനാലുകളുടെ ഇരുവശവുമായാണ് ഈ നഗരത്തിന്റെ പ്രധാന കെട്ടിടങ്ങളെല്ലാം. പാർലമെന്റ് ബിൽഡിംഗ് അങ്ങ് അകലെ കാണാം. നഗരത്തിലെ പ്രധാന നിർമ്മിതികളും ചരിത്ര സ്ഥലങ്ങളുമെല്ലാം കണ്ടുകൊണ്ട് ഉയരം കുറഞ്ഞ നിരവധിയായ പാലങ്ങൾക്കടിയിലൂടെ കുനിഞ്ഞും നിവർന്നുമെല്ലാമാണ് ഞങ്ങളുടെ യാത്ര. വെനീസിലൂടെ സഞ്ചരിച്ചതാണ് ഈ യാത്രയിൽ ഓർമ്മ വരുന്നത്. ചർച്ച് ഓഫ് ഹോൾമൻ എന്ന ദേവാലയവും അതിന്റെ അനുബന്ധമായ കെട്ടിടങ്ങളുമൊക്കെയാണ് ഇത്. കനാലിലേക്ക് ഇറക്കിപ്പണിത കെട്ടിടങ്ങൾ. ഏറെ ചരിത്രമുണ്ടിതിന്. 1563 പണിതതാണിത്. അക്കാലത്ത് കപ്പലുകൾക്കും ബോട്ടുകൾക്കുമെല്ലാമുള്ള ആങ്കറുകൾ നിർമ്മിക്കുന്ന പണിശാലയായിരുന്നു ഇത്. ക്രിസ്ത്യൻ 4-ാമൻ രാജാവാണ് അത് ഒരു പള്ളിയാക്കി മാറ്റിയത്. ഇതാ മറച്ച ഒരു കെട്ടിടം. ഇത് കത്തിപ്പോയ ഒരു കെട്ടിടമാണ്, ബെർസൻ എന്ന കെട്ടിടം. അത് കഴിയുമ്പോൾ ടിയറ്റ് ജൻഹൂസ് എന്ന മന്ദിരം, പിന്നെ ഇവിടുത്തെ സെൻട്രൽ ബാങ്ക്. അതൊക്കെ പിന്നിട്ട് പോകുമ്പോൾ ഞങ്ങളെപ്പോലെ തന്നെ ധാരാളം ടൂറിസ്റ്റുകൾ ബോട്ടുകളിൽ കടന്നു പോകുന്നത് കാണാം. വീണ്ടും ഒരു പാലം. തല കുനിച്ചിരിക്കണം മിക്ക പാലങ്ങളുടെയും ചുവട്ടിലെത്തുമ്പോൾ. എന്നാൽ പുതിയ കാലത്ത് പണിത പാലങ്ങളുടെ ചുവട്ടിൽ തല അധികം കുനിക്കേണ്ടതില്ല. ഇതെല്ലാം ഇവിടുത്തെ ഇന്നർ ഹാർബർ ഏരിയയാണ്. കനാൽ എന്ന് പറയാനാവില്ല. പലതും ദ്വീപുകൾക്കിടയിലുള്ള ജലാശയങ്ങളാണ്. ഈ കാണുന്നത് യുക്രൈൻ ഹൗസ് ആണ്, ഒരു കൾച്ചറൽ സെന്റർ. അത് കഴിഞ്ഞു ചെല്ലുമ്പോൾ ഇളം നീല നിറത്തിലുള്ള ഒരു നീളൻ കെട്ടിടം കാണാം. അത് സോഹോ ഹൗസ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ഇന്റർനാഷണൽ പ്രൈവറ്റ് ക്ലബ്ബാണ് സോഹോ ഹൗസ്. 1995 ലണ്ടനിലാണ് അത് സ്ഥാപിച്ചത്. 16 രാജ്യങ്ങളിൽ ഇപ്പോൾ ആ ക്ലബ്ബുണ്ട്. ബാറും റെസ്റ്റോറന്റുമൊക്കെയായി പ്രവർത്തിക്കുന്ന ബോട്ടുകളാണ്. അതിലും വൈകുന്നേരമാകുമ്പോൾ ആളുകൾ വന്നു നിറയും. പുതിയ കാലത്തെ ചില പാലങ്ങൾ മുന്നിൽ കാണാം. അതിന്റെ ചുവട്ടിലെത്തുമ്പോഴൊന്നും തല കുനിക്കേണ്ടതില്ല. നല്ല ഉയരത്തിലാണ് പണിതിരിക്കുന്നത്. അപ്രോച്ച് റോഡ് അത്ര ഉയരത്തിൽ കൊണ്ടുവരാൻ കഴിയും എന്നതാവാം അതിന് കാരണം. അങ്ങകലെ ഓപ്പറ ഹൗസ് ഇപ്പോഴും കാണാം. ആധുനികമായ നിർമ്മിതി. ഞങ്ങൾ കനാലുകളിലൂടെ ഒരു കറക്കം കഴിഞ്ഞ് തിരിച്ചെത്തുകയാണ്. കൾച്ചറൽ സെന്ററുകളും തിയേറ്ററുകളും മ്യൂസിയങ്ങളും എല്ലാം നിറഞ്ഞ ഭാഗങ്ങളാണ് ഈ കനാലുകളുടെ ഇരുവശങ്ങളും. ബോട്ട് ഞങ്ങൾ പുറപ്പെട്ട നൈഹാവൻ എന്ന പ്രദേശത്തേക്ക് തിരിയുകയാണ്. നേരെ നീണ്ടുകിടക്കുന്ന ആ കനാലിലൂടെയാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. അതിന്റെ ഓരങ്ങളിൽ നിരവധി ബോട്ടുകളും പഴയകാല കപ്പലുകളും കിടക്കുന്നു. ടൂറിസ്റ്റുകൾക്ക് സഞ്ചരിക്കാൻ ഇത്തരത്തിലുള്ള മേൽക്കൂരയുള്ള ബോട്ടുകളുമുണ്ട്. ഞങ്ങളുടെ ബോട്ടിന് മേൽക്കൂരയില്ല. അത്തരമൊന്നിലാണ് യാത്രയെങ്കിൽ ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാകും. ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് ഗൈഡ് പറഞ്ഞു. വേലിയേറ്റ സമയമാണ്. മുന്നിലുള്ള പാലത്തിന് ചുവട്ടിലൂടെ ഈ സമയത്ത് കടന്നു പോകാനാവില്ല. അതുകൊണ്ട് ഈ തീരത്ത് എല്ലാവരും ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നൈഹാവനിലേക്കുള്ള കനാൽ തുടങ്ങുന്ന ഭാഗത്തെ ജെട്ടിയിൽ ഇറങ്ങി. ഗൈഡ് എല്ലാവരെയും ഇറങ്ങാൻ സഹായിക്കുന്നുണ്ട്. ചെറിയ ടിപ്പായിരിക്കാം പ്രതീക്ഷ. വേറെയും ബോട്ടുകൾ ആളെ ഇറക്കി കടന്നു പോകുന്നു. പക്ഷേ അതിനൊന്നും മുന്നിലുള്ള പാലം കടന്ന് ഇനി അപ്പുറത്തേക്ക് പോകാനാവില്ല. വേലിയിറക്ക സമയമായാൽ മാത്രമേ മുന്നിലുള്ള പാലം കടന്ന് ഇനി ബോട്ടുകൾ പോവുകയുള്ളൂ. ഞങ്ങൾ ആ തീരത്തിറങ്ങി നൈഹാവൻ പ്രദേശത്തുകൂടി നടക്കുകയാണ്. ഈ കനാലിലൊക്കെ ഒരു കാലത്ത് വാണിജ്യ കപ്പലുകൾ നിരന്നു കിടന്നിരുന്നു. ട്രേഡിന്റെ വലിയൊരു കേന്ദ്രമായിരുന്നു ഇവിടം. 17-ാം നൂറ്റാണ്ടിൽ തന്നെ ട്രേഡിന്റെയും എന്റർടൈൻമെന്റിന്റെയും ഒരു പ്രദേശമായി വളർന്ന ഇടമാണ് നൈഹാവൻ. അക്കാലത്താണ് കനാലിന്റെ ഇരുവശങ്ങളിലും 4ഉം 5ഉം നിലകളുള്ള കെട്ടിടങ്ങളുടെ നിര ഉയർന്നത്. അതോടൊപ്പം നല്ല പ്രൊമനേഡുകളും സ്ക്വയറുകളുമൊക്കെ ഇവിടെ ഉണ്ടായി. ക്രിസ്ത്യൻ 5-ാമൻ രാജാവ് പ്രത്യേക താൽപര്യമെടുത്താണ് ഇങ്ങനെയൊരു പ്രദേശം വികസിപ്പിച്ചത്. സഞ്ചാരം ഗ്രൂപ്പിലെ അംഗങ്ങളാണ് ഈ പോകുന്നതെല്ലാം. നല്ല തണുപ്പായി കഴിഞ്ഞു. 300 വർഷത്തിലേറെയായി ഒരു എന്റർടൈൻമെന്റ് ഡിസ്ട്രിക്റ്റാണ് നൈഹാവൻ. ഇപ്പോൾ എല്ലാ കെട്ടിടങ്ങളുടെയും താഴത്തെ നിലയിൽ റെസ്റ്റോറന്റുകളാണുള്ളത്. നൈഹാവനിലെ പ്രധാന കനാൽ വന്ന് അവസാനിക്കുന്നത് കോൺജൻസ് നൈറ്റ്രോവ് എന്ന സ്ക്വയറിലാണ്. കിങ്സ് ന്യൂ സ്ക്വയർ എന്നാണ് കോൺജൻസ് നൈറ്റ്രോവ് എന്ന വാക്കിന്റെ അർത്ഥം. സാമാന്യം വലിയൊരു സ്ക്വയറാണ്. അതിന്റെ ഒരറ്റമാണിത്.
അതിന്റെ ഓരത്ത് നിരന്നിരിക്കുന്ന സൈക്കിളുകൾ. സൈക്കിളാണ് ഇവിടുത്തെ പ്രധാന ഗതാഗത ഉപാധി. ഇത്തരം സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലെല്ലാം സൈക്കിൾ വളരെ പ്രധാനമാണ്. എവിടെയും സൈക്കിളിൽ പോകുന്ന നിരവധി ആളുകളെ കാണാം. ഇതാണ് കോൺജൻസ് നൈറ്റ്രോവ്. ആ ചത്തുരത്തിനു ചുറ്റും നിരവധി ചരിത്ര മന്ദിരങ്ങളാണ്. അവയിൽ പലതും കലാ-സാംസ്കാരിക കേന്ദ്രങ്ങളുമാണ്. സ്ക്വയറിന്റെ അങ്ങേയറ്റത്ത് 2 ബസ്സുകൾ കിടക്കുന്നത് കാണാം. അതിലൊന്ന് ഞങ്ങളുടേതാണ്. അവിടേക്കാണ് നടക്കുന്നത്. ബസ് കിടക്കുന്നതിന്റെ ഇടതുവശത്ത് കാണുന്നതാണ് ഇവിടുത്തെ റോയൽ പ്ലേ ഹൗസ് ആൻഡ് ഓൾഡ് സ്റ്റേജ്. 1748 രാജാവിന് കലാപരിപാടികൾ ആസ്വദിക്കുന്നതിനായി നിർമ്മിച്ച തിയേറ്ററാണത്. പിന്നീട് ഇതിൽ പൊതുജനങ്ങൾക്കും പ്രവേശനം അനുവദിച്ചു. ഓപ്പറകളും നാടകങ്ങളും കൺസേർട്ടുകളുമെല്ലാം അരങ്ങേറാറുള്ള ഒരിടം. ബറോക്ക് ശൈലിയിൽ നിർമ്മിച്ച ഒരു കൽമന്ദിരം. ഇതാണ് ഞങ്ങളുടെ ബസ്. അതിലേക്ക് ചെന്നു കയറി. ഇവിടെ വൺ വേ ആണ്. അതിനാൽ കോൺജൻസ് നൈറ്റ്രോവ് സ്ക്വയറിനെ ഒന്ന് ചുറ്റി കടന്നു പോകണം. നേരെ മുന്നിൽ ഫ്രാൻസിന്റെ പതാക പാറുന്ന ഒരു കെട്ടിടം കാണാം. ഫ്രഞ്ച് എംബസിയാണത്. പ്രമുഖമായൊരു സ്ഥലത്താണ് ഫ്രഞ്ച് എംബസി. ഇദ്ദേഹമാണ് ഡ്രൈവർ. ഇത്തരം ഷോർട്ട് ട്രിപ്പുകളിൽ ടൂർ സംഘങ്ങളെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തെത്തിക്കുന്ന ജോലി മാത്രമേയുള്ളൂ ബസ്സുകാരന്. നാളെ ഉച്ചവരെ മാത്രമേ ഞങ്ങൾ ഇവിടെയുള്ളൂ. അതുകൊണ്ട് ചെറിയ ദൂരം കൊണ്ടുപോകാൻ ബസ്സുകൾ മാറി മാറി വരും. സംഘത്തെ ഒരു സ്ഥലത്ത് ഇറക്കിവിട്ട് ബസ് അടുത്ത പിക്കിങ്ങിന് പോകും. തിരികെ കൊണ്ടുപോകാൻ വേറൊരു ബസ്സായിരിക്കും വരിക. ഇത് ഇവിടുത്തെ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറാണ്. മഗസിൻ എന്ന റീറ്റെയിൽ ശൃംഖലയുടെ ഒരു സ്റ്റോർ. ഇപ്പോൾ ഞങ്ങൾ നഗരം പിന്നിട്ട് എയർപോർട്ട് ഇരിക്കുന്ന ഐലൻഡിലേക്ക് കയറിയിരിക്കുന്നു. നേരം ഇപ്പോൾ 7 മണിയായിട്ടുണ്ട്. വെയിൽ അസ്തമിച്ചിട്ടില്ലെന്നേയുള്ളൂ. എല്ലാവർക്കും വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഹോട്ടൽ ക്യാബിൻ മെട്രോയാണ് ഇടതുവശത്ത് കാണുന്ന കറുപ്പും ചുവപ്പും നിറമുള്ള കെട്ടിടം. അതുപോലെ കുറെ നല്ല ഹോട്ടലുകൾ ഈ ദ്വീപിലുണ്ട്. ഞങ്ങൾ വലിയൊരു മാളിന്റെ സമീപത്തേക്ക് എത്തിയിരിക്കുന്നു. ഈ മാളിനകത്ത് പ്രശസ്തമായ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. ഡാലെ വാലെ എന്നാണ് അതിന്റെ പേര്. കോപ്പൻഹേഗനിൽ വന്നാൽ ഡാലെ വാലയിൽ കയറി ഒരിക്കലെങ്കിലും ഭക്ഷണം കഴിക്കണമെന്നാണ് പറയുക. അവിടെ നിന്നുമാണ് ഇന്ന് ഞങ്ങളുടെ അത്താഴം. എല്ലാവരും കൂടി അവിടേക്ക് നടന്നു. ഇതാണ് ഡാലെ വാലെ റെസ്റ്റോറന്റ്. നല്ല റേറ്റിംഗ് ഒക്കെ ഉള്ള സ്ഥാപനമാണ്. ഞങ്ങൾ നേരത്തെ തന്നെ ഇവിടെ ഡിന്നർ ബുക്ക് ചെയ്തിട്ടുണ്ട്. 32 പേരും അവിടേക്ക് കയറി ചെന്നു. ബുഫയാണ്. സാലഡുകളിലാണ് തുടക്കം. അതിങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു. നിരവധി ഇനം സാലഡുകൾ. മറ്റൊരിടത്ത് പലതരം ബ്രെഡുകൾ. വേറൊരു ഭാഗത്ത് നോൺ വെജ് വിഭവങ്ങളാണ്. ഫിഷും മാംസവുമെല്ലാമുണ്ട്. എണ്ണിയാൽ തീരാത്തത്ര വിഭവങ്ങൾ. ചിക്കൻ, മട്ടൻ, ബീഫ് എന്നിങ്ങനെയെല്ലാമുണ്ട്. സഞ്ചാരത്തിന്റെ ഗ്രൂപ്പ് ടൂറുകളിൽ ഫുഡ് എപ്പോഴും ഏറ്റവും ലാവിഷായിരിക്കും. ഏറ്റവും ഗംഭീരമായ ഭക്ഷണമായിരിക്കണം ഗസ്റ്റുകൾക്ക് നൽകേണ്ടതെന്നത് നിർബന്ധമുള്ള കാര്യമാണ്. സലാഡിന്റെ ടേബിൾ വൈവിധ്യം കൊണ്ടും വർണ്ണാഭ കൊണ്ടും ആകർഷകമാണ്. വേറൊരു ഭാഗത്ത് പിസയുണ്ട്. അത് വേണ്ടവർക്ക് കഴിക്കാം. വിഭവസമൃദ്ധമായ അത്താഴം. ഒരു ഭാഗത്ത് ബാറുമുണ്ട്. ആവശ്യമുള്ളവർക്ക് പണം നൽകി വാങ്ങിക്കഴിക്കാം. ആരും വാങ്ങിയില്ല. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരാകട്ടെ മദ്യത്തോട് അധികം താല്പര്യമുള്ളവരല്ല. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് സന്തുഷ്ടരായി അവിടെ നിന്നും പുറത്തിറങ്ങി. ഇനി ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് മടങ്ങുകയാണ്. ഇന്നലെ രാത്രിയിൽ നാട്ടിൽ നിന്ന് പുറപ്പെട്ടതാണല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് വിശ്രമിക്കണം. നാളെ രാവിലെ യാത്ര തുടരുകയും വേണം. സമ്മർ അവധിക്കാലത്ത് USA, സ്കാൻഡിനേവിയ ആൻഡ് ബാൾട്ടിക്, ജപ്പാൻ ആൻഡ് കൊറിയ, ചൈന ആൻഡ് മംഗോളിയ, 5 ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് സഞ്ചാരത്തിനൊപ്പം സഞ്ചരിക്കാൻ ഇപ്പോൾ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. ഫോൺ 7591966000. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 99544422. അടുത്ത പ്രഭാതം. ഉണർന്നെണീറ്റ ഞാൻ മുറിയിൽ നിന്ന് കാണുന്ന കാഴ്ച ഇതാണ്. താഴെ കൺവെൻഷൻ സെന്റർ. വിജനമെന്ന് തോന്നുന്ന ദ്വീപ്.
അതിന്റെ ഒരു ഭാഗത്താണ് എയർപോർട്ട്. രാവിലെ തന്നെ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞാൻ പുറത്തിറങ്ങി. അപ്പോഴേക്കും എൻ്റെ കൂടെയുള്ള ഗ്രൂപ്പിലെ മറ്റുള്ളവരെല്ലാം നഗരം കാണാൻ പോയിരിക്കുന്നു. ഞാൻ ഇനി ഐസ്ലാൻഡ് എന്ന രാജ്യത്തേക്ക് പോവുകയാണ്. എനിക്കുള്ള ഫ്ലൈറ്റ് 12:30-ക്കാണ്. ഞാനൊരു ടാക്സി വിളിച്ചു. ഹോട്ടലിൽ നിന്നും ഇലക്ട്രിക് ടാക്സികൾ കിട്ടും. അതിലൊന്നിൽ ഞാൻ നേരെ എയർപോർട്ടിലേക്ക് പോവുകയാണ്. ഗ്രൂപ്പിലുള്ള മറ്റുള്ളവർക്ക് വൈകിട്ട് 4 മണിക്കാണ് ഫ്ലൈറ്റ്. അവർ ടൂർ മാനേജർക്കൊപ്പം ഐസ്ലാൻഡിലേക്ക് വരും. ഏറ്റവും മോഡേൺ ആണ് ഈ ടാക്സികളൊക്കെ. ക്രെഡിറ്റ് കാർഡ് വഴി മാത്രമേ പേയ്മെന്റ് കൊടുക്കാൻ പറ്റുകയുള്ളൂ. വളരെ പ്രൊഫഷണലാണ് ടാക്സി ഡ്രൈവർമാരും. നമ്മുടെ നാട്ടിലെ ഒരു ടോപ്പ് എക്സിക്യൂട്ടീവിനെ പോലെയാണ് കാഴ്ചയിലും പെരുമാറ്റത്തിലും ടാക്സി ഡ്രൈവർമാർ. ബാർഗെയിനിങ് ഇല്ല, തർക്കമില്ല. വളരെ പ്രൊഫഷണലായി കാര്യങ്ങൾ നടപ്പാക്കുന്നു. റോയൽ അരീന എന്ന ഇൻഡോർ സ്റ്റേഡിയമാണ് ആ കാണുന്നത്. ഒരു മൾട്ടി യൂസ് ഇൻഡോർ സ്റ്റേഡിയമാണത്. മോഡേണായ നഗരഭാഗമെല്ലാം പിന്നിടുന്നുണ്ട്. ഭൂമിക്കടിയിലൂടെയുള്ള നല്ല തുരങ്കപാതകൾ. വലതുഭാഗത്ത് കാണുന്നത് എയർപോർട്ടിന്റെ ഭാഗമായ ബിൽഡിംഗുകൾ തന്നെയാണ്. എന്നെ എയർപോർട്ടിന് മുന്നിൽ ഇറക്കിവിട്ട് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് കാശ് വാങ്ങി ടാക്സിക്കാരൻ പോയി. ഇതാണ് കോപ്പൻഹേഗൻ എയർപോർട്ടിന്റെ ഡിപ്പാർച്ചർ ഏരിയ. ഞാൻ ഇവിടെ നിന്ന് ഇനി നേരെ ഐസ്ലാൻഡിലേക്ക് പറക്കുകയാണ്. 3 മണിക്കൂറിന്റെ പറക്കലുണ്ട് ഇവിടെ നിന്നും ഐസ്ലാൻഡിലേക്ക്. എന്റെ ഫ്ലൈറ്റ് 12:30-ക്കും സഞ്ചാരം ഗ്രൂപ്പിന്റേത് 4 മണിക്കുമായതിനാൽ ഞങ്ങൾ ഒരുമിച്ചല്ല പോകുന്നതെന്ന് പറഞ്ഞുവല്ലോ. ഉച്ചകഴിഞ്ഞ് 2 മണിവരെയുള്ള സമയത്ത് കോപ്പൻഹേഗനിലെ കാഴ്ചകളെല്ലാം കണ്ടേ അവർ മടങ്ങുകയുള്ളൂ. ഇവിടെ ചെക്ക് ഇൻ പ്രോസസ്സുകളെല്ലാം മെഷീനുകളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ കൗണ്ടറിൽ തിരക്കൊന്നുമില്ല. എന്റെ ഫ്ലൈറ്റ് എത്തുന്ന ഗേറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ചെന്നു. 12:35-നാണ് അത് പുറപ്പെടുക. A12 ഗേറ്റിൽ നിന്ന്. പ്ലേ എയർലൈൻസിലാണ് ഞാൻ പോകുന്നത്. പ്ലേ എയർലൈൻ എന്ന പേര് പോലും നമ്മളിൽ പലരും മുൻപ് കേട്ടിട്ടുണ്ടാവില്ല. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന നേരത്താണ് ആദ്യമായി ഞാനും അങ്ങനെ ഒരു എയർലൈനിന്റെ പേര് കേൾക്കുന്നത്. A12 ഗേറ്റിലേക്ക് നടക്കുകയാണ്. ഇവിടെ രസകരമായൊരു കട കണ്ടു. ഒരു ചായക്കടയാണ് ഇത്. ആസാം ടീ, ഡാർജിലിംഗ് ടീ എന്നിങ്ങനെയുള്ളവ ടിന്നുകളിൽ അടച്ചുവെച്ചിരിക്കുന്നു. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള ഏറ്റവും പ്രശസ്തമായ ചായപ്പൊടികളാണ് ഇവിടെ വിൽക്കുന്നത്. ചായപ്പൊടി തൂക്കി വിൽക്കുന്നു. നല്ല മനോഹരമായ ഒരു എയർപോർട്ടാണ് കോപ്പൻഹേഗനിലേത്. ധാരാളം ടാക്സ് ഫ്രീ ഷോപ്പുകളും റെസ്റ്റോറന്റുകളുമെല്ലാമുണ്ട്. ഞാൻ അല്പം നേരത്തെയാണ് എത്തിയിരിക്കുന്നത്. അതിനാൽ ടെർമിനൽ ബിൽഡിങ്ങിലൂടെയൊക്കെ ഒന്ന് ചുറ്റി നടന്നു. 9 മണി കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ എത്തിയതാണ്. 12:30-ക്കാണ് വിമാനത്തിൽ കയറേണ്ടത്. 3.5 മണിക്കൂർ മുൻപേ എത്തിയിരിക്കുന്നു. കൃത്യസമയത്ത് തന്നെ ഗേറ്റ് വഴി വിമാനത്തിനകത്തേക്ക് ആളുകളെ കയറ്റിവിട്ടു തുടങ്ങി. ചുവന്ന നിറമാണ് പ്ലേ എയർലൈൻസിന്റെ വിമാനങ്ങൾക്ക്. ഫ്ലൈ പ്ലേ എന്ന സൈറ്റ് വഴി ഇതിലെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. ഒരു ബജറ്റ് എയർലൈനാണത്. മിനിമം ഭക്ഷണമൊക്കെയേ കിട്ടുകയുള്ളൂ. ഞാൻ അകത്തേക്ക് കയറി ചെന്നു. അധികം ആളുകൾ ഇല്ലായിരിക്കും എന്നാണ് ആദ്യം കരുതിയത്. കയറി വന്നപ്പോൾ എന്റെ സമീപത്തൊന്നും ആളുകൾ ഇല്ലായിരുന്നു. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ ആളുകൾ വന്നു നിറഞ്ഞു. എന്റെ അടുത്തും ഒരു യാത്രികൻ വന്നിരുന്നു. മാനം ഇരുണ്ടിരിക്കുന്നു. പ്ലേ എയർ ഐസ്ലാൻഡിന്റെ എയർലൈനാണ്. ഐസ്ലാൻഡിന് സ്വന്തമായി ഫുൾ സർവീസ് എയർലൈൻ വേറെയുണ്ട്. കൃത്യം 12:35-ന് തന്നെ വിമാനം നീങ്ങിത്തുടങ്ങി. കോപ്പൻഹേഗൻ ഇന്റർനാഷണൽ എയർപോർട്ട് വലിയൊരു വിമാനത്താവളം തന്നെയാണ്. ധാരാളം എയർലൈനുകൾ ഇവിടേക്ക് സർവീസ് നടത്തുന്നു. നിരന്തരം ടേക്ക് ഓഫ് നടക്കുന്നുണ്ട് ഇവിടെ. വിമാനം റൺവേയിൽ നിന്ന് ഉയർന്നു പറന്നു തുടങ്ങുമ്പോഴാണ് താഴെ കോപ്പൻഹേഗന്റെ ഭൂമി കാണുന്നത്. നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളാണത്. കൃഷിയിടങ്ങളെല്ലാമാണ് താഴെ. വിശാലമായ കൃഷിയിടങ്ങൾ. കേരളത്തെക്കാൾ അല്പം കൂടി ഭൂവിസ്തൃതയേയുള്ളൂ ഡെൻമാർക്ക് എന്ന രാജ്യത്തിന്. കേരളത്തിന്റെ വിസ്തൃതി 39,000 ചതുരശ്ര കിലോമീറ്റർ ആണെങ്കിൽ ഡെൻമാർക്കിന്റേത് 43,000 ചതുരശ്ര കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ ജനസംഖ്യ 3,61,00,000 എന്നാൽ ഡെൻമാർക്ക് എന്ന രാജ്യത്താകെ 60 ലക്ഷം ആളുകളെയുള്ളൂ. വിമാനം കുറച്ചങ്ങ് ഉയർന്നു കഴിയുമ്പോൾ നഗരത്തിന്റെ മുകളിലേക്കെത്തുന്നു. കോപ്പൻഹേഗന്റെ റെസിഡൻഷ്യൽ ഏരിയകളാണ് താഴെ കാണുന്നത്. ചെറിയ വീടുകൾ മാത്രമേയുള്ളൂ. വീടുകൾ ഉള്ളിടത്ത് വീടുകൾ മാത്രമേ പണിയാവൂ. വലിയ ഉയരമുള്ള ഒരു കെട്ടിടവും അനുവദിക്കുകയില്ല.
അത് കഴിഞ്ഞാൽ പിന്നെ കുറേ ഭാഗം വെളിമ്പറമ്പാണ്. അതാണ് നഗരാസൂത്രണത്തിന്റെ ഗുണം. അങ്ങകലെ നഗരത്തിന്റെ കുറേ ഭാഗങ്ങൾ കാണാം. 6,67,000 ആളുകൾ വസിക്കുന്ന നഗരമാണ് കോപ്പൻഹേഗൻ. 90 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് നഗരത്തിന്റെ വിസ്തൃതി. ഇവിടെ ജലത്തിന്റെ സാന്നിധ്യം വളരെ കൂടുതലാണ്. കേരളത്തിലേതുപോലെ തന്നെ. പക്ഷേ കുന്നുകളും മലകളുമൊന്നുമില്ല. സമതല പ്രദേശങ്ങളാണ് ഡെൻമാർക്കിന്റെ ഭൂമിയിൽ ഭൂരിഭാഗവും. പോർട്ടും പവർ സ്റ്റേഷനുകളും ഇന്ധനം സൂക്ഷിക്കുന്ന സ്ഥലങ്ങളുമെല്ലാം താഴെ കാണുന്നുണ്ട്. ജനവാസ ഇടങ്ങളിലേക്ക് കയറിക്കിടക്കുന്ന ജലാശയങ്ങൾ, അവയുടെ കരയിൽ വ്യവസായശാലകളൊക്കെ കാണാം. ആ ജലത്തിന്റെ പ്രദേശം കഴിഞ്ഞ് കുറച്ചുകൂടി പോകുമ്പോഴേക്കും കൃഷിയിടങ്ങളായി കാഴ്ച. വിശാലമായ കൃഷിയിടങ്ങൾ. ധാരാളം കർഷകരുള്ളൊരു നാടാണ് ഡെൻമാർക്ക്. ഓരോ കർഷകർക്കും വലിയ തോതിൽ ഭൂമിയുണ്ട്. നമ്മുടെ നാട്ടിലേതുപോലെ ചെറിയ ചെറിയ കൃഷിയിടങ്ങൾ ഇവിടെ അധികമില്ല. 70-75 ഹെക്ടറൊക്കെയാണ് ഓരോ കർഷകന്റെയും കൈവശമുള്ള കൃഷിഭൂമി. ഡെൻമാർക്കിലെ ഫാമുകളിൽ 20%-ലേറെയും 100 ഹെക്ടറിൽ കൂടുതലുള്ളവയാണ്. എന്നാൽ ചില ഭാഗങ്ങളിൽ 10-20 ഏക്കർ ഭൂമിയുള്ള കർഷകരുമുണ്ട്. വളരെ ശാസ്ത്രീയമാണ് ഇവിടെ കൃഷി. എല്ലാ കർഷകരും സമ്പന്നരുമാണ്. അങ്ങനെ കുറേ നേരം പറന്നു. ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിൽ നിന്ന് വടക്കു പടിഞ്ഞാറ് ദിശയിൽ 3 മണിക്കൂർ പറക്കുമ്പോഴാണ് ഐസ്ലാൻഡിലെത്തുന്നത്. ചെറിയൊരു ദ്വീപ് രാഷ്ട്രമാണ് ഐസ്ലാൻഡ്. അവിടേക്കാണ് ഇപ്പോൾ എത്തുന്നത്. 3 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. നോർത്ത് സീയുടെ മുകളിലൂടെ കുറേ ദൂരം പറന്ന് ഐസ്ലാൻഡിന്റെ മുകളിലേക്കെത്തിയിരിക്കുന്നു. ഒരു അഗ്നിപർവ്വതമാണ് താഴെ കാണുന്നത്. അഗ്നിപർവ്വതത്തിന്റെ മുകളിൽ ആകെ മഞ്ഞു മൂടിയിരിക്കുന്നു. ഒരു ക്രേറ്ററാണത്. ഐസ്ലാൻഡ് ഒരു ദ്വീപാണ്. ആ ദ്വീപ് മൊത്തമായി തന്നെ അഗ്നിപർവ്വതമാണെന്ന് പറയാം. ഗ്ലേഷ്യറുകളാണ് ഈ കാണുന്നത്. വലിയ ഹിമാനികൾ. ഐസ്ലാൻഡ് എന്ന് പറയുമ്പോൾ ആ രാജ്യം മുഴുവൻ ഐസാണെന്ന് കരുതരുത്. ഐസ്ലാൻഡിന്റെ പല ഭാഗത്തും നല്ല പച്ചപ്പാണ്. ലാവ ഒഴുകിപ്പരുന്ന ഭൂമിയാണ് കൂടുതലായും കാണുന്നത്. അതാണ് മണ്ണിന് ഒരു ചാരനിറം. എന്നാൽ ചില ഭാഗങ്ങളിൽ നേർത്ത പച്ചപ്പും കാണുന്നുണ്ട്. ഇപ്പോൾ താഴെ ഒരു പട്ടണം കാണാം. സെൽഫോസ് എന്ന പട്ടണമാണ്. 10,000-ഓളം ആളുകൾ വസിക്കുന്ന പട്ടണമാണത്. 1891-ൽ ജനവാസം തുടങ്ങിയ പട്ടണം. 1950-കൾ വരെ 2 കമ്പനികൾ മാത്രമുണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു അത്. അവിടുത്തെ ജീവനക്കാരായിരുന്നു പട്ടണവാസികൾ. ഓൾഫൂസ എന്ന ഒരു നദിയുടെ തീരത്താണ് സെൽഫോസ് പട്ടണം. ആ നദിയാണ് ഇത്. ഐസ്ലാൻഡുകാർ ആ നദിയെ ഓൾഗൂഷ് ആൾ എന്നാണ് വിളിക്കുക. വലിയ സാൽമൺ മത്സ്യങ്ങളുടെ വാസയിടമാണ് ഓൾഫൂസ് നദി. താഴെ കാണുന്ന ഭൂമിക്ക് ഒരു പ്രത്യേക നിറമാണ്. ഒരുതരം വരണ്ട നിറം. അഗ്നിപർവ്വതത്തിന്റെ ലാവ പരന്നൊഴുകിയുണ്ടായതാണ് ആ നിറവ്യത്യാസം. ഇപ്പോൾ ഒരു തടാകം കാണാം. ക്ലൈഫാർ വാറ്റൻ തടാകം. നരച്ച നിറത്തിന് നടുവിൽ ആ തടാകത്തിന്റെ കടും നീല നിറം വ്യത്യസ്തമായൊരു കാഴ്ചയാണ്. അത് പിന്നിട്ട് പറക്കുമ്പോൾ അങ്ങകലെ റേക്യാവിക് പട്ടണം കാണാം. ഐസ്ലാൻഡിന്റെ തലസ്ഥാന നഗരമാണത്. അവിടെയല്ല എയർപോർട്ട്. അവിടെ നിന്നും ഒരു 50 കിലോമീറ്റർ അകലെയാണ് കെഫ്ലാവിക് എന്ന സ്ഥലത്ത്. അവിടേക്ക് നീങ്ങുമ്പോൾ താഴത്തെ കാഴ്ച ഇങ്ങനെയാണ്. ഇതാണ് ഐസ്ലാൻഡിന്റെ ഭൂപ്രകൃതി. മരങ്ങളുള്ള സ്ഥലം തീരെയില്ല എന്ന് പറയാം. ഈ രാജ്യത്ത് തന്നെ മരങ്ങൾ അധികമില്ല. ഇപ്പോൾ താഴെ ഒരു എയർപോർട്ട് കാണാം. അതാണ് കെഫ്ലാവിക് ഇന്റർനാഷണൽ എയർപോർട്ട്. ചെറിയൊരു പട്ടണമാണ് കെഫ്ലാവിക്. ഒരു പരന്ന ഭൂമി. സൗകര്യപ്രദമായ സ്ഥലമായതുകൊണ്ടാണ് ആധുനിക എയർപോർട്ട് ഇവിടെ പണിതത്. അവിടേക്ക് ലാൻഡ് ചെയ്യുന്നതിനു മുൻപ് കടലിന് മുകളിലൂടെ വിമാനം ഒന്ന് ചുറ്റുന്നുണ്ട്. ആ ദിശയിൽ നിന്ന് വേണം റൺവേയിലേക്ക് താഴാൻ. കരയോട് വീണ്ടും അടുക്കുകയാണ്. ഇതാണ് ഐസ്ലാൻഡിന്റെ ഭൂമിയുടെ ഒരു കാഴ്ച. മരങ്ങൾ തീരെയില്ലാത്ത ചെറിയ പുൽമേടുകളും അഗ്നിപർവ്വത ലാവ ഒഴുകിപ്പരന്ന ഭാഗങ്ങളും മഞ്ഞിൽ പുതഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളുമെല്ലാമുള്ള ഭൂമി. അവിടുത്തെ മണ്ണിലേക്ക് വിമാനം താഴ്ന്നിറങ്ങി. റൺവേയിലേക്ക് വിമാനത്തിന്റെ ചക്രങ്ങൾ തൊടുമ്പോൾ ഞാൻ സഞ്ചാരത്തിൽ 151ാമത്തെ രാജ്യത്തേക്കാണ് ലാൻഡ് ചെയ്യുന്നത്. നമീബിയ ആയിരുന്നു 150ാമത്തെ രാജ്യം. ഡെൻമാർക്കിലെ എയർപോർട്ടുമായി താരതമ്യം ചെയ്യുമ്പോൾ ചെറിയൊരു എയർപോർട്ടാണിത്. ഇവിടുത്തെ എയറോ ബ്രിഡ്ജുകൾ തന്നെ രസകരമാണ്. അകലെ അത് കാണാം.
സമീപത്ത് കെട്ടിടമൊന്നുമില്ല. പക്ഷേ എയ്റോ ബ്രിഡ്ജുണ്ട്. വിമാനത്തിന്റെ വാതിൽ കടന്ന് എയ്റോ ബ്രിഡ്ജിലൂടെ നടന്ന് താഴേക്കിറങ്ങി വിമാനം പാർക്ക് ചെയ്യുന്ന ഭാഗത്തിന്റെ അടിയിലൂടെ വേണം ടെർമിനലിലേക്ക് പോകാൻ. അത് ശരിക്കും പുതിയൊരാശയമാണ്. വിമാനത്താവളത്തിന്റെ ടെർമിനലിന്റെ ഒരു ഭാഗം തന്നെ ഭൂമിക്കടിയിലാണെന്ന് പറയാം. എന്നാൽ പ്രധാന ടെർമിനലിൽ നിന്ന് എയ്റോ ബ്രിഡ്ജുകൾ നീണ്ടു നിൽക്കുന്നുണ്ട്. എല്ലാവരും ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലുമായി. 3 മണിക്കൂർ നീണ്ട പറക്കലിനൊടുവിൽ ഒരു അത്ഭുത രാജ്യത്ത് വന്നിറങ്ങിയിരിക്കുന്നു. ഞാൻ കെഫ്ലാവിക് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ടെർമിനലിലേക്ക് ചെന്നു. യാത്ര പുറപ്പെടാൻ നിൽക്കുന്നവർക്കിടയിലേക്ക്. നല്ലൊരു എയർപോർട്ട്. സ്കാൻഡിനേവിയൻ നാടുകളിലെ എയർപോർട്ടുകളെല്ലാം നല്ല നിലവാരത്തിലുള്ളവ തന്നെയാണ്. ഒരു യൂറോപ്യൻ രാജ്യം തന്നെയായതിനാൽ ഇമിഗ്രേഷൻ പരിശോധനകളൊന്നുമില്ല. ഒരു ഡൊമസ്റ്റിക് വിമാനത്തിൽ വന്നിറങ്ങിയതുപോലെ പുറത്തേക്ക് പോകാം. ഞാൻ പുറത്തേക്കിറങ്ങിയപ്പോൾ ഇവിടെ ഒരു മലയാളി എന്നെ കാത്തു നിൽപ്പുണ്ട്. എന്റെ നാട്ടുകാരൻ തന്നെയാണ്, സാം ഹരിദാസ്. അദ്ദേഹം പാർക്കിങ്ങിന്റെ ടിക്കറ്റ് എടുക്കുന്ന സമയം കൊണ്ട് ഞാൻ വെൽക്കം ടു വോൾക്കാനിക് ഐസ്ലാൻഡ് എന്ന ഒരു ഷോയുടെ പരസ്യമൊക്കെ ഷൂട്ട് ചെയ്തു. പിന്നെ സാമിനൊപ്പം പുറത്തേക്ക് നടന്നു. സുന്ദരമായ കാലാവസ്ഥ, തെളിഞ്ഞ അന്തരീക്ഷം, നല്ല പച്ചപ്പുള്ള പരിസരം, മനോഹരമായൊരു ചെറിയ എയർപോർട്ട്. അതിന്റെ പരിസരത്തു നിന്നും ഞാനിനി ഐസ്ലാൻഡിലൂടെയുള്ള സഞ്ചാരം തുടങ്ങുകയാണ്.